നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 15 മാസത്തിന് ശേഷം ഗാസയിൽ സമാധാനം. 3 ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറി. വെടിനിർത്തൽ വൈകിയത് ബന്ദികളുടെ വിവരങ്ങൾ ഹമാസ് കൈമാറാത്തതിനെ തുടർന്ന്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശനവുമായി നേതാക്കൾ. സുധാകരനും സതീശനും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാന ചർച്ച ഇപ്പോൾ പാടില്ലെന്ന് PJ കുര്യൻ. പുനഃസംഘടനയിൽ നിലപാട് വേണമെന്നും ആവശ്യം. UDF-മായി സഹകരിക്കാൻ താൽപര്യമറിയിച്ച് PV അൻവർ. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നെന്ന പരാതിയിൽ DYSPക്കെതിരെ അന്വേഷണം നടത്തും. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെ 55 UDF പ്രവർത്തകർക്കെതിരെ കേസ്. CPM പ്രവർത്തകർ പെരുമാറിയത് വളരെ മോശമായെന്ന് കൗൺസിലർ കലാരാജു. കോഴിക്കോട് താമരശ്ശേരിയിൽ സുബൈദയെ കൊലപ്പെടുത്തിയതിന് കാരണം മാതാവിനോടുള്ള പകയെന്ന് മകൻ ആഷിഖിന്റെ മൊഴി. കൊലയ്ക്ക് കാരണം പണം നൽകാത്തതും സ്വത്ത് വിൽപ്പന നടത്താത്തതും. കൊലപാതകം ലഹരി ഉപയോഗിച്ച ശേഷമെന്ന് പോലീസ് നിഗമനം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടീമിനെ ചൊല്ലി വിവാദം തുടരുന്നു. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടായെന്ന് സൂചന. സഞ്ജുവിന് അവസരം ലഭിക്കാത്തതിൽ KCAക്കെതിരെ വിമർശനം. കേരളം ഒഴിവാക്കിയാൽ സഞ്ജുവിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കളിക്കേണ്ടി വരുമെന്ന് പിതാവ് സാംസൺ വിശ്വനാഥ്. വിശദാംശങ്ങൾ നോക്കാം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. നിശ്ചയിച്ചതിലും 3 മണിക്കൂർ വൈകിയാണ് കരാർ പ്രാബല്യത്തിലായത്. തുടർന്ന് അവശ്യ സാധനങ്ങൾ അടങ്ങിയ ട്രക്ക് ഗാസയിലേക്ക് പ്രവേശിച്ചു. കരാർ പ്രകാരം ഹമാസ് തടവിലാക്കിയിരുന്ന 3 ഇസ്രായേലുകാരെ മോചിപ്പിച്ചു. ഹമാസ് മോചിപ്പിക്കുന്ന റൊമാനിയൻ പാസ്പോർട്ടുള്ള ഒരാളും ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ള ഒരാളും ഉൾപ്പെടെ 3 ഇസ്രായേൽ പൗരന്മാരുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിച്ചുവെന്ന് വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ച ഖത്തറിന്റെ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. 15 മാസം നീണ്ട യുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. 6 ആഴ്ചത്തേക്കാണ് നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15 മാസത്തെ യുദ്ധത്തിന് അവസാനം കുറിച്ച് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാവുകയാണ്. ഇന്ന് വിട്ടയക്കുന്ന 3 ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയതോടുകൂടിയാണ് കരാർ പ്രാബല്യത്തിൽ വന്നത്. പ്രാദേശിക സമയം രാവിലെ 8:30 കരാർ നടപ്പാക്കാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. അതാണ് കുറച്ച് വൈകി ഇപ്പോൾ ബന്ദികളെ വിട്ടയക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 33 ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ അവസാന നിമിഷം പിന്മാറിയതാണ് വെടിനിർത്തൽ വൈകാൻ ഇടയാക്കിയത്. നിശ്ചയിച്ചതിലും 3 മണിക്കൂർ വൈകി ഇന്ത്യൻ സമയം 2:45-നാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. അവസാന നിമിഷം ഹമാസ് 3 വനിതകളുടെ പേരുകൾ കൈമാറിയതോടെയാണ് ആശങ്കകൾക്ക് അവസാനമായത്. 24 വയസ്സുകാരി റോമി ഗോണൻ, 31-കാരി ഡോറോൺ സ്റ്റെയിൻ ബ്രച്ചർ, UK ഇസ്രായേലി സിറ്റിസൺ 28-കാരി എമിലി ഡമാരി എന്നിവരെയാണ് വിട്ടയച്ചത്. വെള്ളിയാഴ്ച 6 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത്. കരാറിനോട് വിയോജിച്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ രാജിവെക്കുകയും ചെയ്തു. ഗാസയിലുള്ള ഇസ്രായേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങുന്നതോടെ നേരത്തെ പലായനം ചെയ്ത പലസ്തീൻകാർക്ക് മടങ്ങിപ്പോകാനാകും. ഗാസയിൽ പ്രവേശിക്കാനായി സഹായ വിതരണത്തിനുള്ള 100 കണക്കിന് ട്രക്കുകൾ ഈജിപ്റ്റ് അതിർത്തിയിലെ റഫ ഇടനാഴിയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 737 പലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യ സംഘത്തിൽ 95 പേരുണ്ടാകും. ആദ്യഘട്ട വെടിനിർത്തലിന്റെ 16-ാം ദിനം 2-3 ഘട്ടങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങും. ഖത്തർ, US, ഈജിപ്റ്റ് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമഫലമായുണ്ടായ വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച വൈകിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
പശ്ചിമേഷ്യയിൽ ഒരിക്കൽ കൂടി താൽക്കാലികമായ ഒരു യുദ്ധവിരാമം. ഇസ്രയേലും ഹമാസും വീണ്ടും സമാധാനത്തിന് കൈകൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന ചില ആശങ്കകളുണ്ട്. എത്ര നാളത്തേക്കാണ് ഈ താൽക്കാലിക ആശ്വാസം? വെടിനിർത്തൽ ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രയേൽ ഹമാസ് പ്രതിനിധികൾ മുഖത്തോട് മുഖം വന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരേ കെട്ടിടത്തിൽ മുകളിലും താഴെയുമായി കരാറിലെ ഉടമ്പടികൾ രൂപപ്പെടുമ്പോൾ തീരുമാനങ്ങൾ ഇരുവിഭാഗത്തെയും അറിയിച്ചുകൊണ്ടിരുന്നത് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ്. വെടിനിർത്തൽ കരാറിന്റെ സമയക്രമവും സങ്കീർണതയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒടുവിലത്തെ ടെലിവിഷൻ അഭിസംബോധനയിലെ മുന്നറിയിപ്പുമൊക്കെ അർത്ഥമാക്കുന്നത് ഒരു ചെറിയ പോറൽ പോലും കരാറിനെ കാറ്റിൽ പറത്തുമെന്നാണ്. ഒരു ദിനരാത്രം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പൂർത്തീകരിക്കാവുന്ന പ്രക്രിയയല്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ നടപ്പിലാകുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ച് ഹമാസ് പിടികൂടിയ 250 ബന്ദികളുണ്ട്. ഇവരെ വിട്ടുനൽകുന്നതടക്കമുള്ള നിബന്ധനകൾ ആദ്യഘട്ടത്തിൽ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ എത്ര പേരെ തിരിച്ച് ഇസ്രായേലിന് നൽകാൻ ഹമാസിന് കഴിയുമെന്നതാണ് അറിയേണ്ടത്. പകരമായി 2023 ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണത്തിൽ പങ്കാളികളായവരടക്കം 1000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുമെന്ന് ഹമാസും പ്രതീക്ഷിക്കുന്നു. 6 ആഴ്ചകൾക്കുള്ളിലാണ് ബന്ദികളുടെ എല്ലാം മോചനം പൂർത്തിയാവുക. ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യവും ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങും. 2-3 ഘട്ടങ്ങൾക്കായുള്ള വിശദമായ ചർച്ചകൾ വെടിനിർത്തലിന്റെ 16-ാം ദിനമേ ആരംഭിക്കൂ. 2ാം ഘട്ടത്തോടെ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പൂർത്തിയാക്കണം. 3ാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിൽ മാത്രമാണ് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടുന്നത്. അത് എങ്ങനെയെന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമായിട്ടില്ല. ഈ യുദ്ധവിരാമത്തിന് താൽക്കാലികമായെങ്കിലും കൈകൊടുക്കുക എന്നത് ഇസ്രായേലിനേക്കാൾ ഹമാസിന്റെ ആവശ്യമാണ്. അത്രയും വിനാശമാണ് ഗാസയിലുണ്ടായിരിക്കുന്നത്. ഗാസയുടെ വടക്കൻ മുനമ്പ് ഇന്ന് ശ്മശാന ഭൂമിയാണ്. അസ്ഥികൂടങ്ങൾ പോലെ കുറേ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രം. പാശ്ചാത്യ ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഉപാധികൾ രൂപപ്പെടുമ്പോൾ ശവപ്പറമ്പായി തീർന്ന ഗാസയിലെ ബാക്കിയായ ജീവനുകളുടെ ഭാവി എന്ത് എന്നത് അവസാനഘട്ട ചിന്തയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. സഹകരിച്ച് പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കാട്ടി UDFന് കത്ത് നൽകി PV അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് 10 പേജുള്ള കത്താണ് PV അൻവർ നൽകിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി ഇക്കാര്യം ചർച്ച ചെയ്തേക്കും. LDFുമായി ഇഴഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് സംസ്ഥാന കോർഡിനേറ്റർ പദവി ഏറ്റെടുത്ത ശേഷമാണ് തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ കത്തു നൽകിയിരിക്കുന്നത്. UDFിലെ പ്രമുഖ നേതാക്കൾക്കെല്ലാവർക്കും തന്നെ കത്തിൻ്റെ കോപ്പി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. LDFിനെതിരായ പ്രവർത്തനങ്ങളിൽ മലബാറിൽ UDFന് തൻ്റെ സാന്നിധ്യം മുതൽക്കൂട്ടാകുമെന്നും കത്തിൽ പരാമർശമുണ്ട്. MLA സ്ഥാനം രാജിവെച്ചതിലൂടെ നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് സഹായകരമാകും. എന്നാൽ PV അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ നേതാക്കൾക്കിടയിൽ 2 അഭിപ്രായമാണ്. കത്ത് ഉടൻ പരിഗണിക്കേണ്ടെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം. LDFിൽ നിന്നും അകന്ന ശേഷം കോൺഗ്രസിലേക്കെത്താൻ PV അൻവർ നടത്തിയ ശ്രമങ്ങൾ വിഫലമായപ്പോഴാണ് ഘടകകക്ഷി എന്ന നിലയിൽ തൃണമൂൽ കോൺഗ്രസ് വഴി UDFിലെത്താൻ ഇപ്പോൾ കത്തു നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബ്രൂവറി കമ്പനിയുടെ പ്രൊപ്പഗൻഡ മാനേജർ പോലെയാണ് മന്ത്രി MP രാജേഷ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 3 മാസം ഫയൽ രഹസ്യമാക്കി വെച്ചു. കോളേജ് തുടങ്ങാനെന്ന പേരിൽ പഞ്ചായത്തിനെ വരെ പറ്റിച്ചു വാങ്ങിയ ഭൂമിയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയുണ്ടായി. കൂത്താട്ടുകുളത്തെ കൗൺസിലറോട് കാണിച്ചത് ക്രൂരതയാണെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് ക്രൂരത അരങ്ങേറിയതെന്നും അദ്ദേഹം പറഞ്ഞു. കുപ്രസിദ്ധമായ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഉടമകൾ. 1. 2, ഇവർ ഈ ലിക്കർ പ്ലാന്റ് ഉണ്ടാക്കിയ പഞ്ചാബിൽ 4 കിലോമീറ്റർ വിസ്തൃതിയിലെ മുഴുവൻ ഭൂഗർഭജലവും മലിനമാക്കിയ ആളുകളാണ്. അതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവർക്കെതിരായി കേസെടുത്തിട്ടുള്ളതാണ്. ഈ മദ്യം ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ അവർ ബോർവെല്ലിൽ കൂടി ഭൂഗർഭജലത്തിലേക്ക് തള്ളിവിട്ട്. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിലെ പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടിയെന്ന് റൂറൽ SP വൈഭവ് സക്സേന. വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകും. അതേസമയം മാഫിയ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലർ കലാരാജുവെന്ന് മാത്യു കുഴിനാടൻ MLA ആരോപിച്ചു. പണവും അധികാരവും ലഭിച്ചപ്പോൾ CPMന് ഭ്രാന്തായി. CPMന്റെ കൊള്ള തുറന്നു കാണിക്കുമെന്നും MLA പറഞ്ഞു. കൂത്താട്ടുകുളത്തെ നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ കേസെടുത്ത് പോലീസ്. UDF
പ്രവർത്തകരെയും LDF പ്രവർത്തകരെയും പ്രതി ചേർത്താണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച സംഭവത്തിൽ അനൂപ് ജേക്കബ് MLAക്കെതിരെയും കേസെടുത്തു. UDF പ്രവർത്തകരെ മർദ്ദിച്ചതിനാണ് LDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു. ഇന്ന് 2 FIR കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UDF പ്രവർത്തകർ ഇന്നലെ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. 50ഓളം കണ്ടാലറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മാഫിയ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലർ കലാരാജുവെന്ന് മാത്യു കൊഴുനാടൻ MLA പറഞ്ഞു. പണവും അധികാരവും ലഭിച്ചപ്പോൾ CPMന് ഭ്രാന്തായി. CPMൻ്റെ കൊള്ള തുറന്നു കാണിക്കും. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു പോകും എന്നതിൻ്റെ പേരിലല്ല കലാരാജുവിനെ CPM ആക്രമിച്ചതെന്നും MLA പറഞ്ഞു. CPM ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് കലാരാജു. ഇന്ന് CPMന് പണമെന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. CPM നേതാക്കന്മാർക്ക് പണത്തോടുള്ള ആർത്തിയും അധികാരത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ചേർന്ന് ഒരു മാഫിയ പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. നിലവിൽ കൗൺസിലർ കൊച്ചി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം കൗൺസിലറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാവും കേസിൻ്റെ മുന്നോട്ടുള്ള തുടർ നടപടികളെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടിയെന്ന് റൂറൽ SP വൈഭവ് സക്സേന വ്യക്തമാക്കി. കലാരാജുവിൻ്റെ 164 മൊഴി രേഖപ്പെടുത്താൻ അപേക്ഷ നൽകി. കേസിൽ അറസ്റ്റ് ഉടനെന്നും SP പറഞ്ഞു. റിപ്പോർട്ടിൽ വീഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മേലെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ വേണ്ടി ഞാൻ ഫോർവേഡ് ചെയ്യും. ഇത് എല്ലാ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കുറേ പ്രൊസീജിയർ ഉണ്ടോ, നിയമ നടപടി പ്രകാരം എല്ലാ നടപടി ഉടൻ തന്നെ ഉണ്ടാവും. അത് ഓൾറെഡി അപേക്ഷ കൊടുത്തിട്ടുണ്ടോ. കൂത്താട്ടുകുളം കേസിൽ കൂടുതൽ കാര്യങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് മാത്യു കൊഴുനാടൻ MLA വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിൽ സുബൈദയെ കൊലപ്പെടുത്തിയതിന് കാരണം മാതാവിനോടുള്ള പകയെന്ന മകൻ ആഷിഖിന്റെ മൊഴി. പലതവണയായി പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതും സ്വത്ത് വിൽപ്പന നടത്താത്തതുമാണ് കൊലയ്ക്ക് കാരണം. ലഹരി ഉപയോഗിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഫിലിപ്പീനോ തൊഴിലാളികളെ കുവൈറ്റിലേക്ക് തൊഴിലിന് അയക്കുന്നത് നിരോധിക്കാൻ ആലോചന. ഡാഫ്നി നക്കലബൻ, ജെന്നി അൽവറാഡോ എന്നിവരുടെ മരണത്തെ തുടർന്ന് വിദേശ ഫിലിപ്പീനോ തൊഴിലാളികളെ കുവൈറ്റിലേക്ക് അയക്കുന്നത് നിരോധിക്കുന്നതിന് കുടിയേറ്റ തൊഴിലാളി വകുപ്പ് വിലയിരുത്തുകയാണ്. ഒക്ടോബറിൽ നക്കലബാനെ കാണാതായതായി രണ്ടാമത്തെ തൊഴിലുടമ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കുവൈറ്റിലെ ഒരു വ്യക്തിയുടെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. അതേസമയം ജോലിസ്ഥലത്ത് കൽക്കരി പുക ശ്വസിച്ചാണ് അൽവറാഡോ മരിച്ചത്. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കുവൈറ്റിലേക്ക് അയക്കുന്നത് നിരോധിക്കാനുള്ള സാധ്യത പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മൈഗ്രന്റ് വർക്കേഴ്സ് സെക്രട്ടറി ഹാൻസ് കാക്ഡാക് വെളിപ്പെടുത്തി. കുവൈറ്റിലെ ഫർവാനിയയിൽ ഇന്ത്യൻ സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈജിപ്ഷ്യൻ പൗരന് വധശിക്ഷ. വിചാരണയ്ക്കിടെ പ്രതി തനിക്കെതിരായ കുറ്റങ്ങൾ നിഷേധിച്ചു. എന്നാൽ കോടതി ഹാജരാക്കിയ തെളിവുകൾ അംഗീകരിക്കുകയും ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അക്രമ കുറ്റകൃത്യങ്ങളിൽ നീതി ഉറപ്പാക്കാൻ കുവൈറ്റ് അധികാരികൾ നടത്തുന്ന തുടർച്ചയായ ശ്രമങ്ങളെ ഈ കേസ് എടുത്തു കാണിക്കുന്നു. ദുബായിലെ പ്രധാന പാതകളിലൊന്നായ അൽഫായി സ്ട്രീറ്റിന്റെ നവീകരണത്തിനായി 1.5 ബില്യൺ ദിർഹം ചെലവ് വരുന്ന പദ്ധതിക്ക് ദുബായ് RTA അനുമതി നൽകി. അൽ ഖൈൽ റോഡിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനെയും എമിറേറ്റ്സ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് അൽഫായി സ്ട്രീറ്റ്. 13.5 കിലോമീറ്റർ ആകെ നീളം വരുന്ന പാലങ്ങളും 13 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡും ഉൾപ്പെടുന്നതാണ് നവീകരണ പദ്ധതി. പദ്ധതി പൂർത്തിയാകുന്നതോടെ 6 ലക്ഷത്തോളം വരുന്ന സന്ദർശകർക്കും താമസക്കാർക്കും ഗുണം ലഭിക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നിർമ്മാണം പൂർത്തിയായാൽ അൽഫായി സ്ട്രീറ്റിലൂടെ മണിക്കൂറിൽ 64,000 വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ജിദ മലപ്പുറം KMCC സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് മൗലൗ ലെഗസി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഐക്യദാർഢ്യ സമ്മേളനം യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് ആസിഫ് അൻസാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ വിഷയാവതരണം നടത്തി. സെക്രട്ടറി CK ഷാക്കീർ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യതാൽപര്യവും മതസൗഹാർദ്ദവും സമൂഹ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ് ഇടത് സർക്കാരിൽ നിന്നുണ്ടാവുന്നത് എന്നും ജാഗ്രത വേണമെന്നും സംസാരിച്ചവർ പറഞ്ഞു. ഇസ്മയിൽ മുണ്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു. നാണി ഇസഹാക്ക്, നിസാം മമ്പാട്, നാസർ വെളിയങ്കോട്, VP മുസ്തഫ, CK റസാഖ് മാസ്റ്റർ, നാസർ മച്ചുങ്ങൽ, ഇല്യാസ് കല്ലിങ്ങൽ എന്നിവർ സംസാരിച്ചു.
പ്രയാഗ്രാജിലെ മഹാകുംഭമേള മേഖലയിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി. ടെന്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മഹാകുംഭമേള പ്രദേശത്തെ സെക്ടർ 5-ൽ ഭക്തർക്ക് താമസിക്കാനായി നിർമ്മിച്ച പന്തലിലാണ് തീപിടുത്തമുണ്ടായത്. ശാസ്ത്രി പാലത്തിനും റെയിൽവേ ബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്താണ് തീപിടുത്തം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പോലീസിന്റെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന് മുംബൈ പോലീസ്. ഇയാളുടെ പേര് മുഹമ്മദ് ഷെരീഫുൾ എന്നാണെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യയിൽ കഴിഞ്ഞത് വിജയ്ദാസ് എന്ന പേരിലാണ്. പ്രതിയുടെ കൈവശമുള്ള തിരിച്ചറിയൽ രേഖകൾ വ്യാജമാണ്. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. മോഷണ ശ്രമത്തിനിടെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ആക്രമണം നടന്ന് 4-ാം ദിവസമാണ് പ്രതി പിടിയിലായത്. പ്രതിക്ക് പുറത്തുനിന്ന് സഹായം നൽകിയ ആളെയും കസ്റ്റഡിയിൽ എടുത്തതായാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 സ്ഥാനാരോഹണം. അതിശൈത്യം കണക്കിലെടുത്ത് ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിനകത്തേക്ക് മാറ്റി. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇന്ത്യയിൽ നിന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും. 2ാം വരവിൽ ട്രംപിന്റെ നയപരിപാടികളെക്കുറിച്ച് ലോകം വീക്ഷിക്കുകയാണ്. അനധികൃത കുടിയേറ്റം തടയും, വിലക്കയറ്റം നിയന്ത്രിക്കും, പുറം ജോലി കരാർ അവസാനിപ്പിച്ച് ഉൽപാദന രംഗം ശക്തമാക്കും. യൂറോപ്പിലും മധ്യപൂർവ്വദേശത്തും സമാധാനം ഉറപ്പാക്കും. ഗർഭഛിദ്രം നിയമവിരുദ്ധമാക്കും തുടങ്ങിയവയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകളും സജീവമാണ്. നരേന്ദ്രമോദിയുമായുള്ള വ്യക്തിബന്ധം രാജ്യത്ത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ ആദ്യ ഉത്തരവുകൾ എന്തെന്ന ആകാംക്ഷയിലാണ് ലോകം. ടിക്ടോക്ക് നിരോധനത്തിനെതിരെയും ട്രംപിന്റെ നടപടിയുണ്ടാകും. അധികാരമേറ്റാൽ 100ഓളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. അധികാരം ഏറ്റെടുക്കുന്നതിന് പിന്നാലെ ഇന്ത്യയും ചൈനയും ഡൊണാൾഡ് ട്രംപ് സന്ദർശിച്ചേക്കും. ട്രംപിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യ സന്ദർശനം പരിഗണനയിലുള്ളത്. ഇത്തവണ ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. നേരത്തെ ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ചൈനീസ് സന്ദർശനം എന്നതാണ് വിലയിരുത്തൽ. അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ വാഷിംഗ്ടൺ DC-യിൽ അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യുനെസ്കോയുടെ കീഴിലുള്ള വുമൻസ് ഫോർ എത്തിക്കൽ AI സൗത്ത് ഏഷ്യൻ ചാപ്റ്റർ അമൃതപുരി ക്യാമ്പസിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ജെൻഡർ ആൻഡ് ടെക്നോളജി കോൺഫറൻസിന്റെ സമാപന ചടങ്ങിലായിരുന്നു സൗത്ത് ഏഷ്യൻ ചാപ്റ്ററിന്റെ പ്രവർത്തനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ സ്ത്രീകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ദക്ഷിണേഷ്യയിലെ വ്യവസായ, ഗവൺമെന്റ്, സിവിൽ സൊസൈറ്റികളിലെ വനിതകളെ സഹകരിപ്പിച്ചുകൊണ്ട് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ വുമൻസ് ഫോർ എത്തിക്കൽ AI സൗത്ത് ഏഷ്യൻ ചാപ്റ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. AI രംഗത്തെ വികസനത്തിന് കാര്യമായ സംഭാവനകൾ ഇതിലൂടെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 4 ദിവസങ്ങളിലായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്നുവന്ന അന്താരാഷ്ട്ര ജെൻഡർ ടെക് കോൺഫറൻസിന്റെ സമാപന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. യുനെസ്കോ പ്രതിനിധി അംഗമായ ഗബ്രിയേല റാമോസ്, യുനെസ്കോ സൗത്ത് ഏഷ്യ റീജിയൻ SHS സെക്ഷൻ ചീഫ് പ്രൊഫസർ യുൻസോങ് കിം, ഡോക്ടർ രമാദേവി ലങ്ക തുടങ്ങിയവരാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഡോക്ടർ ജസ്റ്റിൻ പോൾ വിശിഷ്ടാതിഥിയായി. അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, അമൃത സർവകലാശാല പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീൻ ഡോക്ടർ ഭവാനി റാവു, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് PG പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണ C അച്യുതൻ, ഗായത്രി മണിക്കുട്ടി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ, IEE കേരളം ചാപ്റ്റർ ചെയർ ഡോക്ടർ BS മനോജ്, റേച്ചൽ അഖോന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ്, യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റുമായി സഹകരിച്ചാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ചത്. വിവിധ സെക്ഷനുകളിലായി 50ഓളം വിദഗ്ധർ സംസാരിച്ചു. പ്രഭാഷണ പരമ്പരകൾ, മെഗാ ഹാക്കത്തോൺ, ക്ലാസുകൾ, പ്രദർശനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് കോൺഫറൻസിന്റെ ഭാഗമായി ഒരുക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. കൊച്ചി അമൃത ആശുപത്രിയിൽ വിവിധ വർഷങ്ങളിലായി പഠനം പൂർത്തിയാക്കിയ 100ഓളം പേർ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. വിദ്യാർത്ഥി വാർഷിക സംഗമം കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അലൂമിനി കൊച്ചി ക്യാമ്പസ് ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ PG നായരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ വൈദ്യനാഥൻ, ഡോക്ടർ രാജശേഖരൻ പിള്ള, ഡോക്ടർ സുരേഷ് G നായർ, ഡോക്ടർ ഗണപതി റാവു, ഡോക്ടർ വിശാൽ മാർവഹ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
ചടങ്ങിൽ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ സ്മരണിക പുറത്തിറക്കി. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അംഗീകരിച്ച അതിനൂതന ജീവൻ രക്ഷാ മാർഗങ്ങൾ ഡോക്ടർമാരെ പരിശീലിപ്പിച്ച അനഘനി ഋഷികേശ്, ചിന്നം വിഷ്ണുപ്രിയ, സായി ജസന്ത് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP, അലൈഡ് ഹെൽത്ത് സയൻസ് കോർഡിനേറ്റർ പ്രൊഫസർ MV തമ്പി, ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാലഗോപാൽ വർമ്മ തുടങ്ങി നിരവധി വകുപ്പ് മേധാവികൾ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ക്ഷാമം രൂക്ഷം. നൽകാനുള്ള കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിതരണക്കാർ. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ആശുപത്രിക്ക് മുമ്പിൽ ഏകദിന ഉപവാസ സമരം നടത്തി. 90 കോടി രൂപയുടെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. ഇത് തന്നു തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. ഇതോടെ കഴിഞ്ഞ 10 ദിവസമായി ആശുപത്രിയിൽ മരുന്നുക്ഷാമം രൂക്ഷമാണ്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഇതിൽ യാതൊരു ഇടപെടലും ഉണ്ടായില്ല. തുടർന്നാണ് സമരവുമായി MK രാഘവൻ MP രംഗത്തെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ ആരംഭിച്ച ഏകദിന ഉപവാസ സമരം ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് MK മുനീർ MLA പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ സ്വകാര്യ മരുന്ന് ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ കടകൾ കയറി ഇറങ്ങി കൈനീട്ടി യാചിക്കുന്ന സാഹചര്യമുണ്ടാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനാദ്യം മറുപടി പറയേണ്ടത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ അമാന്തം കാണിച്ചാൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച് വലിയ സമരത്തിലേക്ക് നീങ്ങുമെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. ആഴ്ചകളായി ഇവർക്ക് മരുന്നില്ല, ഡയാലിസിസിന് മരുന്നില്ല, ഓക്സിജൻ ഇല്ല, മറ്റു മരുന്നുകളില്ല, സർജറിക്ക് ആവശ്യമായ കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് സംസ്ഥാന ഗവൺമെന്റാണ് പരിഹാരം കാണേണ്ടത്. ഗവൺമെന്റ് ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ സമരത്തിലാണ് വേറെ മാർഗമില്ല. കഴിഞ്ഞ ദിവസം മരുന്ന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ല. 20, 21 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പ് യോഗത്തിൽ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. അവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി ആശുപത്രി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ എടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കാരുണ്യ വഴി കൂടുതൽ മരുന്നുകൾ ലഭ്യമാക്കുമെന്നും മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. അപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും. നമ്മൾ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കണക്ക് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഫ്രീ ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. കാരണം കേന്ദ്രം ഒരു വർഷത്തിൽ നമുക്ക് നൽകേണ്ട തുക ഒരു വർഷം 1 രൂപ പോലും തന്നിട്ടില്ല 2023-24. അതിനുശേഷം ആ കേന്ദ്രം നൽകുന്ന തുകയിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഈ ഇത്തരത്തിലുള്ള, കാരണം ആളുകളുടെ എണ്ണം കൂടുന്നു, സൗജന്യ ട്രീറ്റ്മെന്റ് കൂടുന്നു, അതിനനുസരിച്ചിട്ടുള്ള ധനവിഹിതങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 20ാമത് മുംബൈ മാരത്തണിൽ ആയിരങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി CEO-യുമായ ഡോക്ടർ KM എബ്രഹാമും മാരത്തണിന്റെ ഭാഗമായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. 56,000-ത്തിലധികം പേരാണ് മാരത്തോണിൽ ഓടിയത്. ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് ഡ്രാം റണ്ണിലാണ്. സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ 1,894 പേരും ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിൽ 1,089 പേരും പങ്കെടുത്തു. ഏകദേശം 3.37 കോടി രൂപയാണ് വിവിധ വിഭാഗങ്ങളിലായി ജേതാക്കൾക്കുള്ള സമ്മാനത്തുക. വെർച്വൽ ഓട്ടക്കാരായി 2,900 പേരും പങ്കെടുത്തു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ KM എബ്രഹാം 42 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഫുൾ മാരത്തണിന്റെ ഭാഗമായത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകാനുള്ള ആഹ്വാനവുമുണ്ട്. CMDRFന്റെ അക്കൗണ്ട് വിശദാംശങ്ങളും ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളുടെ നിർമ്മാണ കൺസൾട്ടൻസിയായ കിഫ്കോണിന്റെ ചെയർമാൻ കൂടിയാണ് ഡോക്ടർ KM എബ്രഹാം. മുംബൈ മാരത്തണിൽ ഓടിയ ആരോഗ്യ പ്രശ്നമുള്ള ഓട്ടക്കാരെ ചികിത്സിക്കുന്നതിനായി 10 മെഡിക്കൽ സ്റ്റേഷനുകളാണ് സംഘാടകർ വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിരുന്നത്. ഇതാദ്യമായാണ് ഇത്രയധികം പേർ മുംബൈ മാരത്തണിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ചെങ്ങറ പുനരധിവാസത്തിന്റെ ഭാഗമായി കുടുംബങ്ങൾക്ക് കാസർഗോഡ് പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി പതിച്ചു നൽകാതെ സർക്കാർ. 2010-ൽ 85 കുടുംബങ്ങളാണ് പുനരധിവാസത്തിന്റെ ഭാഗമായി കാസർഗോഡ് എത്തിയത്.
പെരിയ വില്ലേജിലെ നാലക്കരയിൽ ചെങ്ങറ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി 166 ഏക്കർ ഭൂമിയാണ് അനുവദിച്ചത്. ഇവിടെ വാസയോഗ്യമല്ലാത്ത വീടുകൾ നിർമ്മിച്ചു നൽകിയതിനാൽ കുടുംബങ്ങൾ ഭൂരിഭാഗവും സ്ഥിരമായി താമസിക്കാറില്ല. ചെങ്ങറ പുനരധിവാസ പാക്കേജിലെ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി 12 വർഷം മുൻപ് താമസത്തിനായി പെരിയ നാലക്കരയിലെത്തിയവർ പറഞ്ഞു. 2 സെന്റ് സ്ഥലം കിട്ടുക, അതാണ് ഞങ്ങളുടെ സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ വല്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് കയറിച്ചല്ല. ഇതിപ്പോൾ ഒന്നുമല്ല, ഇവിടെ കിടക്കുക, അങ്ങോട്ടും മയ്യ ഇങ്ങോട്ടും മയ്യ ഇടയ്ക്ക് ഞങ്ങൾ കിടക്കുക. സാർമാരെ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തന്നേച്ചാൽ മതി, അതിന് നിങ്ങൾ സഹായിച്ചതാ, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് താ. ഞങ്ങൾ ഭൂമിക്കല്ലേ വന്നത്, 14 ജില്ലയ്ക്ക് ഇപ്പുറമല്ലേ ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ കഷ്ടത നിങ്ങൾ ആലോചിച്ച് നോക്ക്. പുനരധിവാസത്തിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം എത്തിയ 85 കുടുംബങ്ങൾക്കുള്ള ഭൂമിയെങ്കിലും നൽകണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് അനുവദിച്ച ഭൂമി ഞങ്ങൾക്ക് 85 വീട്ടുകാർക്കും ഒരേപോലെ ഞങ്ങൾക്ക് ഒരിടത്ത് ഞങ്ങളുടെ ഭൂമി തന്നേച്ചാൽ മാത്രം ഞങ്ങൾക്ക് പാറയും വേണ്ട, കല്ലും വേണ്ട, മണ്ണും വേണ്ട, കൊടുത്ത് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അത് മാത്രം തന്നേച്ചാൽ മതി. കൃഷിക്കായി അനുവദിച്ച സ്ഥലം ചെങ്കൽപ്പാറയായതിനാൽ അതും തിരിച്ചടിയായി. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഭൂമി ലഭിക്കാത്തതിനാൽ 26 കുടുംബങ്ങൾ മാത്രമാണ് പ്രദേശത്ത് സ്ഥിരമായി താമസിച്ചു വരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടീമിനെ ചൊല്ലി വിവാദം തുടരുന്നു. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടായെന്നാണ് സൂചന. സഞ്ജുവിന് അവസരം ലഭിക്കാത്തതിൽ KCAക്കെതിരെയും വിമർശനമുയരുന്നുണ്ട്. അതേസമയം കേരളം ഒഴിവാക്കിയാൽ സഞ്ജു സാംസൺ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കളിക്കേണ്ടി വരുമെന്ന് പിതാവ് സാംസൺ വിശ്വനാഥ്. താനും മക്കളും KCAയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഒരു താരങ്ങളോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സഞ്ജുവിനെതിരെയുള്ള നീക്കം ചില കൃമികളുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അദ്ദേഹം ആരോപിച്ചു. KCA സഞ്ജുവിനെ വളർത്തിയതെന്നും പിതാവ് പറഞ്ഞു. ഒന്നടങ്കം നമ്മൾ ഒരു കുറ്റം പറയാൻ നിൽക്കുന്നില്ല. ഏതോ ഒരു എവിടെയെങ്കിലുമൊക്കെ ഉള്ളതിൽ ഒരു കൃമി എവിടെയെങ്കിലുമൊക്കെ കാണും. ഒരു കൃമി ഒരു സമൂഹത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതുപോലെ എവിടെന്നോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. ഞാനിത് നേരത്തെയും പറഞ്ഞു, ഒരു മാസം മുമ്പേ ഞാൻ അറിഞ്ഞു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.